നെസ്ലെ കിറ്റ്കാറ്റ് വൈറ്റ് ആണ് ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഞാൻ ഇതുവരെ കിറ്റ്കാറ്റിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് കണ്ടിട്ടില്ല കേട്ടോ. വൈറ്റ് കോമ്പൗണ്ടിലുള്ളത് കണ്ടിട്ടില്ല. നേരത്തെ ഒരു സോൾട്ടഡ് കാരമൽ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് വൈറ്റ് അല്ല. ഇത് ഇന്ത്യയിലേക്ക് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ആണ്. ശരിക്കും ഇത് ഇന്ത്യയിലുള്ള പ്രോഡക്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ എല്ലാം അറബിക്കിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ വില 150 രൂപയാണ്. നെറ്റ് വെയ്റ്റ് 41.5 ഗ്രാമാണ്. ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് പോസ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ്. ഫോണ്ട് ചെറുതായതുകൊണ്ട് തന്നെ ക്ലാരിറ്റി അല്പം കുറവാണ്. പെർ 100 ഗ്രാമിലും പെർ സെർവിങ്ങിലുമുള്ളത് അവരെഴുതിയിട്ടുണ്ട് കേട്ടോ ന്യൂട്രീഷണൽ വാല്യൂ. ഇത് ഇൻഗ്രീഡിയൻസ് ആണ്, അതും ആവശ്യമുള്ളവർക്കൊന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കാം. പാക്കറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് ഹാവ് എ ബ്രേക്ക്, ഹാവ് എ കിറ്റ്കാറ്റ് എന്നും ഒരു സൈഡിൽ #myBreak എന്നും എഴുതിയിട്ടുണ്ട്. എന്തായാലും യൂട്യൂബിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഹാഷ്ടാഗ് കൂടെ ആഡ് ചെയ്തിട്ട് നോക്കാം, എന്തെങ്കിലും ഗുണം കിട്ടുമെന്നറിയാമല്ലോ. എനർജി വാല്യൂവിനെ പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു ബാറിലുള്ളത് 214 കിലോ കാലറീസ് ആണ്. അത് നമ്മുടെ ഡെയിലി റിക്വയർമെൻറ്റിൻ്റെ 11% എനർജി നമുക്ക് തരുന്നുണ്ട്. പാക്കറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് ടേർ ഹിയർ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് കീറി ബാക്ക് സൈഡ് പീൽ ചെയ്തെടുക്കാൻ ഈസി ആയിട്ട് പറ്റും. അവർ പറയുന്നത് പോലെ തന്നെ നമ്മൾ തുറക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് അത് ഇളകി വരും. ഒരു രീതിയിലുള്ള അനാവശ്യ കീറലും അതിൽ വരത്തില്ല. നമ്മൾ നോർമലി വാങ്ങുന്ന കിറ്റ്കാറ്റിലെല്ലാം ഒരു സിൽവർ കളറിലെ പേപ്പർ കവറിങ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ കവറിങ് ചോക്ലേറ്റിനെ കവർ ചെയ്തുണ്ടായിരിക്കും ഈ ഒരു എയർ ഫിൽഡ് പാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട്. പക്ഷേ ഇതിലങ്ങനെ ഇല്ല. ഈ ഒരു പുറമേയുള്ള പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഉള്ളിലായിട്ട് ഡയറക്റ്റ് ചോക്ലേറ്റാണ് ഇരിക്കുന്നത്. നല്ല വൈറ്റ് നിറത്തിലെ കിറ്റ്കാറ്റാണ്. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു കേട്ടോ ശരിക്കും വൈറ്റ് കളറിലെ കിറ്റ്കാറ്റ് കാണുക എന്നുള്ളത്. ഞാൻ കാരമലൈസ്ഡ് സോൾട്ടഡ് കാരമൽ കിറ്റ്കാറ്റ് കണ്ടിട്ടുണ്ട്, പക്ഷേ അത് കുറച്ചുകൂടെ ഒരു ക്രീം ഷെയ്ഡാണ്. ഈ ഒരു ചോക്ലേറ്റ് ബാറിന് 4 ഫിംഗേഴ്സാണുള്ളത്. ഓൾട്ടർനേറ്റ് ആയിട്ട് ഓരോ ഫിംഗറിലും കിറ്റ്കാറ്റ് എന്നും #myBreak എന്നും എഴുതിയിട്ടുണ്ട്. കണ്ടോ, ആ ഒരു ഇംപ്രൻറ്റേഷൻ നന്നായിട്ട് കാണാൻ പറ്റും. ഇതാണ് കേട്ടോ ബാക്ക് സൈഡ്. ബാക്ക് സൈഡിൽ നമുക്ക് ആ വേഫറിൻ്റെ ചെറിയൊരു ഷെയ്ഡ് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ചെറിയ ഡാർക്ക് സ്പോട്ട് പോലെയൊക്കെ ഇരിക്കുന്ന വേഫറിൻ്റെ അവിടെ ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് ഫില്ലാവാത്ത പാർട്ടാണ്. ഇനി നമുക്കൊന്ന് ബ്രേക്ക് ചെയ്തെടുത്ത് നോക്കാം. നല്ല സ്മൂത്തായിട്ട് ബ്രേക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഫിംഗർ. കഴിക്കുമ്പോൾ ശരിക്കും നല്ല മിൽക്ക് പൗഡറിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. ഇൻഗ്രീഡിയൻസിൽ അവർ മിൽക്ക് പൗഡറും മിൽക്ക് ഫാറ്റും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വേഫറാണ്. മിൽക്ക് പൗഡർ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. ഞാൻ സോൾട്ടഡ് കാരമലും കഴിച്ചിട്ടുണ്ട് കിറ്റ്കാറ്റിൻ്റെ. അതെൻ്റെ ചാനലിൽ ഞാൻ റിവ്യൂവും ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. സോൾട്ടഡ് കാരമലിൽ ഇതുപോലെ തന്നെ മിൽക്ക് പൗഡറിൻ്റെ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂട്ടത്ത് സോൾട്ടഡ് കാരമലൂടെ ആഡ് ചെയ്യുമ്പോൾ മടുപ്പ് തോന്നാത്ത നല്ല ടേസ്റ്റാണ് നമുക്കതിൽ കിട്ടുന്നത്. എന്നാൽ ഈ കിറ്റ്കാറ്റ് വൈറ്റിലോട്ട് വരുമ്പോൾ കട്ടയ്ക്ക് മിൽക്ക് പൗഡർ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല കോൺസെൻട്രേറ്റഡ് മിൽക്ക് പൗഡറും എക്സ്ട്രാ മധുരവും ഉണ്ട്. മിൽക്ക് പൗഡർ തന്നെ അത്യാവശ്യം മധുരം ഉള്ളതാണ്, അതിൻ്റെ കൂട്ടത്ത് എക്സ്ട്രാ മധുരമുണ്ട്. എന്നാൽ അതിനൊത്തൊരു ഫാറ്റ് കണ്ടൻറ്റ് അവർ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് തോന്നുന്നത്. ശരിക്കും ഡ്രൈ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ മിൽക്ക് പൗഡർ ഡയറക്റ്റ് വെള്ളത്തിൽ കുഴച്ച് കഴിക്കും പോലെ തോന്നും. അതേസമയം ഈ മിൽക്ക് പൗഡർ അല്പം ബട്ടറിൽ ആഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു തീക്ഷ്ണമായിട്ടുള്ള മധുരവും കോൺസെൻട്രേഷനും കുറച്ച് കുറഞ്ഞതായി തോന്നും. അത് നമുക്കിതിൽ തോന്നത്തില്ല. പിന്നെ മെൽറ്റിംഗ് പോയിൻ്റ് നല്ല കുറവാണ്. എൻ്റെ കൈ ശ്രദ്ധിച്ചാൽ അറിയാം. ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു മിക്സ്ചർ, ആ ഒരു വൈറ്റ് കോമ്പൗണ്ട് മിക്സ്ചർ എൻ്റെ കയ്യിലൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് നല്ല വിശന്നിരുന്നപ്പോഴാണ്, ഒരു ഈവനിങ്ങിലാണ് ഞാനിത് കഴിച്ചത്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഞാൻ 4 ഫിംഗറും ശരിക്കും കഴിച്ചു കേട്ടോ. കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് വൈറ്റ് ചോക്ലേറ്റ്, വൈറ്റ് കോമ്പൗണ്ടിലുള്ള സ്വീറ്റ്സൊക്കെ ആയിരുന്നു ഇഷ്ടം. ലൈക്ക് മിൽക്ക് ട്രീറ്റ്, മിൽക്കി ബാർ, അതൊക്കെ ആയിരുന്നു ഇഷ്ടം. പക്ഷെ കുറച്ചുകൂടെ വലുതായപ്പോൾ എനിക്ക് മിൽക്ക് ചോക്ലേറ്റാണ് ഇഷ്ടമായിട്ട് തുടങ്ങിയത്, ഡയറി മിൽക്കിൻ്റെയൊക്കെ. ഇപ്പോൾ എനിക്ക് ഡാർക്ക് ചോക്ലേറ്റാണ് ഇഷ്ടം. സോ ഈ കുഞ്ഞു പിള്ളേർക്ക്, അതായത് പാല്, മിൽക്ക് ചോക്ലേറ്റൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക്, വൈറ്റ് കോമ്പൗണ്ട് ആഡഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. സോ ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഒരു ആവറേജ് മിഠായിയാണ്. സോ ഇതുപോലെയുള്ള ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സും ന്യൂ ഫ്ലേവേഴ്സായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.